Sorry.
മുഴുവൻ സഹാക്കൾ ഈ ഗ്രൗണ്ടിനകത്തേക്ക് എത്രയും പെട്ടെന്ന് കയറേണ്ടതാണ്. മുഴുവൻ സഹാക്കളും ഗ്രൗണ്ടിനകത്ത് കയറിയിരിക്കേണ്ടതാണ്. തുടങ്ങണം. പ്രിയപ്പെട്ട സഖാക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, വടകര വർഗീയതയെ അതിജീവിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇതുപോലെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ ഗൗരവപൂർണമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്നും ഭൂരിപക്ഷ വർഗീയ ശക്തികളെ താഴെയിറക്കി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൽ മതനിരപേക്ഷ ചേരി അധികാരത്തിലേക്ക് വരണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മുടെ രാജ്യം ഏറ്റവും ഗൗരവപരമായി ചർച്ച ചെയ്തത്. കേരളത്തിലെ 19 മണ്ഡലങ്ങളിലും ഈ രാഷ്ട്രീയ ചർച്ച നല്ല നിലയിൽ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എന്ന് ഡിവൈഎഫ്ഐ വിശ്വസിക്കുകയാണ്.
എന്നാൽ 19 മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിനകത്ത് UDF അതിൻ്റെ പ്രചരണ സംവിധാനത്തിന് നേതൃത്വം നൽകിയത് വ്യാജ സർട്ടിഫിക്കറ്റ് അടിച്ച് സംഘടനാപരമായ ചുമതല നിർവഹിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുൾപ്പെടെ എത്തിയിട്ടുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് അടിച്ച് അധ്യക്ഷ സ്ഥാനത്തെത്തിയിട്ടുള്ള ചില അല്പന്മാരാണ് UDFിൻ്റെ പ്രചരണത്തിൻ്റെ ചുമതല ഈ വടകര മണ്ഡലത്തിനകത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. അവർ തുടക്കം തന്നെ സ്വീകരിച്ച ഒരു രീതി എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ വലിയ ആക്ഷേപങ്ങളായിരുന്നു. നിപ്പ റാണി, കോവിഡ് കള്ളി, അംഗനവാടി ടീച്ചറാണ്, ഈ നിലയിലേക്കുള്ള പ്രചരണമാണ് തുടക്കത്തിൽ UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ മണ്ഡലത്തിനകത്തെ പ്രബുദ്ധരായ ജനത ഈ പ്രചരണത്തെ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളഞ്ഞതിൻ്റെ ഭാഗമായി പിന്നീട് ഈ മണ്ഡലത്തിനകത്തെ സവിശേഷകരമായ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി വളരെ അപകടകരമായ ഈ മണ്ഡലത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിന് വിള്ളലുണ്ടാക്കുന്ന രൂപത്തിലേക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ കുത്തൊഴുക്കാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിനകത്ത് നമ്മൾ ഈ മണ്ഡലത്തിനകത്ത് കണ്ടിട്ടുള്ളത്. ഒരു ചാനൽ ഇന്റർവ്യൂവിനകത്ത് ടീച്ചർ നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയുടെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ ആകെ വർഗീയവാദിയായി ടീച്ചർ ചിത്രീകരിച്ചു എന്ന നിലയിലേക്കുള്ള ഒരു പ്രചരണം ഒരു ഭാഗത്ത് നടത്തി. മതപണ്ഡിതനായിട്ടുള്ള AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ പ്രത്യേകമായി ഒരു കത്ത് തയ്യാറാക്കി, വ്യാജ ലെറ്റർ പേഡ് തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ പേരിൽ ടീച്ചർക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണം ഒരു ഭാഗത്ത് നടത്തി. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമായപ്പോൾ ഇവിടെ മത്സരിച്ചിട്ടുള്ള UDFിൻ്റെ സ്ഥാനാർത്ഥി 5 നേരവും നിസ്കരിക്കുന്ന ആളാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി കാഫിറാണ് എന്ന നിലയിലേക്കുള്ള ഈ നാടിൻ്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ ആകെ തകിടം മറിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രചരണമാണ് അവസാന ഘട്ടത്തിനകത്ത് നടത്തിയത്. ഇവിടെ മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും അവരുടെ ചീഫ് ഏജന്റും നൽകിയിട്ടുള്ള രേഖാപരമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ 17 ആളുകൾക്കെതിരായിട്ടാണ് ഇങ്ങനെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിലേക്കുള്ള പ്രചരണം നടത്തിയതിൻ്റെ ഭാഗമായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവരാരും സാധാരണ അനുഭാവികൾ മാത്രമല്ല, 2 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വരെ ഇതിനകത്ത് പ്രതിയായിട്ടുണ്ട്. ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം ഹരീഷ് നന്ദൻ ഈ കേസിനകത്ത്, ഇങ്ങനെ വർഗീയ പ്രചരണം നടത്തിയ കേസിനകത്ത് പ്രതിയാണ്. ന്യൂമാഹിയിലെ ഗ്രാമപഞ്ചായത്ത് അംഗം വർഗീയ പ്രചരണം നടത്തിയതിൻ്റെ ഭാഗമായി കേസിനകത്ത് പ്രതിയാണ്. വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഈ നാടിൻ്റെ മതനിരപേക്ഷ മനസ്സിന് വിള്ളലുണ്ടാക്കുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത്. UDF ഇതിനു മുമ്പും
ഇതുപോലെയുള്ള പ്രചരണ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ മണ്ഡലത്തിനകത്തും പരിസരത്തെ നിയമസഭാ മണ്ഡലത്തിനകത്തും നടത്തിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പം 2001 തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഏറ്റവും വലിയ ചർച്ച ചെയ്ത ഒരു സംഭവമാണ് നിസ്കാരപ്പാഴയിൽ വെച്ച് നബീസു എന്ന് പറയുന്ന സ്ത്രീയെ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബലാത്സംഗം ചെയ്തു എന്നുള്ളത്. അത് 2001 നിയമസഭാ മണ്ഡല തെരഞ്ഞെടുപ്പിനകത്ത് വിപുലമായ രൂപത്തിലേക്ക് ഈ കേരളം ചർച്ച ചെയ്തതാണ്. ആ ചർച്ചയുടെ ഭാഗമായി ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കല്ലാച്ചി ടൗണിൽ വെച്ച് ജൂൺ മാസം 2-ാം തീയതി മതതീവ്രവാദികൾ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. വർഷങ്ങൾക്ക് പിന്നിട്ടപ്പോൾ നബീസു തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു, എനിക്ക് പണം തന്ന് എന്നെ കൊണ്ടത് പറയിപ്പിച്ചതാണ്, അങ്ങനെയൊരു സംഭവങ്ങളെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാഗമായി നാദാപുരത്ത് ചില സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ ആ സംഘർഷത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാർ ഖുറാൻ കത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാതി കത്തിയ ഖുറാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങൾക്കകത്ത് പ്രചരണം നടത്തിയിട്ടുള്ള ആളുകളാണ് UDF എന്ന് പറയുന്നത്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ഈ നിലയിലേക്കുള്ള ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു സീറ്റ് ജയിക്കാൻ ഇങ്ങനെ വർഗീയ പ്രചരണം നടത്തുമ്പോൾ ഇവിടുത്തെ UDFന്റെ ആളുകൾ, ഈ പ്രചരണത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ആളുകൾ അറിയണം ഈ നാടിന്റെ സാഹചര്യം എന്താണ്, ഈ നാടിന്റെ സാഹോദര്യം എന്താണ്, ഈ നാടിന്റെ ജനകീയ ഐക്യം എങ്ങനെയുള്ളതാണ് എന്ന് നോക്കൂ. നിങ്ങൾ ഈ നാടിനകത്ത് ഏതെങ്കിലും രൂപത്തിലേക്കുള്ള ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തമുഖത്തേക്ക് കൊടിയുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത്, ജാതിയുടെയോ മതത്തിന്റെയോ നിറഭേദങ്ങൾക്കപ്പുറത്തേക്ക് ഓടിയെത്തി ആ ദുരന്തമുഖത്തിന് ഇരയായിട്ടുള്ള ഇരകളോടൊപ്പം നിൽക്കുന്ന പാരമ്പര്യമാണ് ഈ നാടിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഈ വടകര മേഖലക്കകത്ത് എവിടെയെങ്കിലും ഒരു വിഭജനത്തിന്റെ എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ ആ സമയത്ത് ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്. ഈ നാടിനകത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം ഉണ്ടാകുമ്പോൾ ആ കല്യാണം നാടാണ് ഏറ്റെടുക്കുന്നത്, അത് നാടിന്റെ സാമൂഹ്യ ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി അത് ഏറ്റെടുത്ത് വിജയിപ്പിച്ചു കൊടുക്കുന്നത് ഈ നാടിനകത്തെ പ്രബുദ്ധരായ ജനതയാണ്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിനകത്ത് ആ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള ചികിത്സ വരികയാണെങ്കിൽ ജനകീയമായ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് അതിന് വിജയപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ ഇവിടെ കക്ഷിയുടെയോ രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ അതിർപറമ്പുകൾ ഈ നാട് ഒരിക്കലും കാണാറില്ല. അങ്ങനെ യോജിച്ച് നീങ്ങുന്ന ഒരു ജനതയാണ് ഈ നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവരെ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇതുപോലെയുള്ള പ്രചരണം നടക്കുന്നവർ ഓർക്കണം, നിങ്ങളിങ്ങനെ പ്രചരണം നടത്തിക്കഴിഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള UDF നടത്തിയിട്ടുള്ള മതനിരപേക്ഷ മനസ്സിനകത്ത് വിള്ളലുണ്ടാക്കുന്ന ഈ പ്രചരണത്തെ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി ഈ നാടിനകത്തെ ജനത തള്ളിക്കളയണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് DYFI ഈ നിലയിലേക്കുള്ള വലിയ രൂപത്തിലേക്കുള്ള ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ക്യാമ്പയിൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് DYFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് A. റഹീം MP ആണ്. സഖാവിനെ വളരെ സ്നേഹാദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് VK സനോജ്, സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് V. വസീഫ് സഖാക്കൾ ഈ പരിപാടിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. സഖാക്കളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് M. ഷാജർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KM. സച്ചിൻ ദേവ് MLA, ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, വിവിധ യൂണിറ്റുകളിൽ നിന്ന് ഈ പരിപാടി വളരെ പെട്ടെന്ന് തീരുമാനിച്ച ഈ പരിപാടിയിലേക്ക്, ഈ പരിപാടിയുടെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്
മതനിരപേക്ഷതയുടെ ഇന്ത്യക്ക് വേണ്ടി, മതനിരപേക്ഷതയുടെ നാളുകൾക്ക് വേണ്ടി ഞങ്ങൾ വിശ്രമമില്ലാതെ ഈ നാടിന് നിതാന്ത ജാഗ്രതയോടുകൂടി കാവലിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 8 ദിവസം കൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തകന്മാർ, ജനാധിപത്യ വിശ്വാസികൾ, മതനിരപേക്ഷവാദികൾ, ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാർ തുടങ്ങി മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്കകത്ത് അധ്യക്ഷത വഹിക്കാൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് LG ലിജീഷിനോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മളിപ്പോൾ വിധിയെഴുതി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇത്തരത്തിൽ ഒരു വിപുലമായ ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കാനിടയായ സാഹചര്യം ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലാകമാനം വർഗീയതയ്ക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടമാണ്. RSSനാൽ നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ താഴെയിറക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാജ്യത്താകമാനമുള്ള ഇടതുപക്ഷ, പുരോഗമന, മതേതര വിശ്വാസികളാകെ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ പൊതുവായി നമ്മുടെ തെരഞ്ഞെടുപ്പിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ വർഗീയതയ്ക്കെതിരായുള്ള വലിയ ക്യാമ്പയിൻ നല്ല നിലയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വടകര ലോക്സഭാ മണ്ഡലത്തിനകത്ത് UDFും അതിലെ ഘടകകക്ഷികളെല്ലാം ഒരേ സ്വരത്തിൽ ഈ വടകരയെ മലീമസമാക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ വടകരയ്ക്ക് നിരവധിയായ പ്രത്യേകതകളുണ്ട്. നിരവധിയായ പരീക്ഷണങ്ങൾ നടന്ന മണ്ണാണിത്. RSSനെയും അതുപോലുള്ള ഹിന്ദുത്വ വർഗീയതയെല്ലാം വേരുറപ്പിക്കാൻ നിരവധിയായ പരീക്ഷണങ്ങൾ ഈ മണ്ണിൽ നടന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഉദ്ബുദ്ധരായ സമൂഹം, വടകരയിലെ പ്രബുദ്ധമായ ജനത അതെല്ലാം തട്ടിമാറ്റിയാണ് ഈ മണ്ഡലത്തെ ഇങ്ങനെ നിലനിർത്തി പോകുന്നത്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് എന്ത് നാറിയ കളിയും കളിച്ച് തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന അവസാനഘട്ട പരീക്ഷണമാണ് ഇവിടെ UDF നടത്തിയിട്ടുള്ളത്. നമ്മുടെ ജനങ്ങളെയാകെ വിഭജിക്കാനും ജനങ്ങളെയെല്ലാം വ്യത്യസ്തമായ കോളങ്ങളിൽ നിർത്താനും ആസൂത്രിതമായ ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട്, നിങ്ങളെ തോൽക്കാൻ പോകുന്നത് കൊണ്ടാണല്ലോ ഇതുപോലെ മുൻകൂട്ടി ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്, ജൂൺ 4-ന് നമ്മുടെ വോട്ടെണ്ണി കഴിയുന്ന സമയത്ത് നേരത്തെ MP ഗോവിന്ദൻ മാഷ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം LDF വിജയിക്കുന്ന മണ്ഡലം വടകരയായിരിക്കും. നിങ്ങൾ നടത്തിയ എല്ലാ ദുഷിച്ച പ്രചരണങ്ങളെയും ജനങ്ങളെയെല്ലാം ഭിന്നിപ്പിക്കാനും വ്യത്യസ്തമായ കോളങ്ങളിൽ നിർത്താനുമുള്ള നിങ്ങളുടെ എല്ലാ ശ്രമത്തെയും ഈ വടകരയിലെ ജനത പിഴുതെറിയും എന്ന് സംശയമില്ല. പക്ഷേ നിങ്ങൾ നടത്തിയ ഈ മോശപ്പെട്ട ഇടപെടൽ ഈ ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ച് നിങ്ങൾ മലീമസമാക്കിയ ഈ വടകര ലോക്സഭാ മണ്ഡലത്തെ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഈ യൂത്ത് അലേർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എംപിയുമായ എ റഹീമിനോട് അഭ്യർത്ഥിക്കുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് LG ലിജീഷ്, വേദിയിലുള്ള പ്രിയപ്പെട്ട സഖാവ് സനോജ്, സഖാവ് V വസീഫ്, സഖാവ് സച്ചിൻ ദേവ്, ഷാജ, അഫ്സൽ, സഖാവ് ഷൈജു തുടങ്ങി ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട നേതാക്കളെ, കേരളത്തിലെ ഇടതുപക്ഷവും തിരഞ്ഞെടുപ്പ് ഓറിയന്റഡായി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയല്ല. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ഓറിയന്റായി മാത്രം പ്രവർത്തിക്കുന്ന, തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ആഫീസ് തുറക്കുകയും ആഫീസ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വർഗീയ ശ്രമം ഉണ്ടായാൽ
നാട് വിഭജിക്കാതിരിക്കാനുള്ള പോരാട്ടത്തിന്റെ വഴിയിൽ എല്ലായ്പ്പോഴും നിന്നിട്ടുള്ള 1983 നിലയ്ക്കലും പുൽപ്പള്ളിയിലുമായിരുന്നു. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ അന്ന് കടുത്ത വർഗീയ വിഷം ചീറ്റി വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്ന കാലം 1983. ഞാൻ തായാട്ടു ശങ്കരനെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. തായാട്ടു ശങ്കരൻ ഇങ്ങനെ പറയുന്നു, അന്ന് 1983 നിലയ്ക്കൽ വർഗീയ അസ്വാസ്ഥ്യം ഡിവൈഎഫ്ഐ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ അണിനിരത്തി, യുവതി യുവാക്കളെ അണിനിരത്തി, ബഹുജനങ്ങളെ ആകെ അണിനിരത്തി മതനിരപേക്ഷതയുടെ വലിയ സന്ദേശം ഉയർത്തുന്ന വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആ ക്യാമ്പയിനെ കുറിച്ച് തായാട്ടു ശങ്കരൻ എഴുതിയത് ഇങ്ങനെയാണ്. മുദ്രാവാക്യം മുടങ്ങിയത്. ആ മുദ്രാവാക്യം വടകരയിലെ ഇന്നത്തെ പ്രസക്തമായ സാഹചര്യത്തിൽ വേറൊരു തരത്തിൽ പ്രസക്തവുമാണ്. അന്നുയർന്ന മുദ്രാവാക്യമാണ്, മതമല്ല 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 പ്രശ്നം, എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം. നെറ്റിയിൽ ചന്ദനം പൂശുന്ന ഹിന്ദുവും നിത്യം കുരിശു വരയ്ക്കും ക്രിസ്ത്യാനിയും നിസ്കരിച്ചിടും മുസൽമാനുമെല്ലാം ഒന്നാണു മക്കളെ രക്തം ചുവപ്പ്. തായാട്ടു ശങ്കരൻ തുടരുകയാണ്, തൂവള്ള വസ്ത്രം ധരിച്ച് ജീവിതത്തിൽ തന്നെ ഒരനുഭവമായിരുന്നുവെന്ന് തായാട്ടു ശങ്കരൻ കുറിക്കുന്നു. ഈ മുദ്രാവാക്യം ഈ പുതിയ കാലത്ത് വേറൊരു തരത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1983 സംഘപരിവാരത്തിനെതിരെ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം RSS കേരളത്തിൽ വലിയ തോതിൽ ആസൂത്രിതമായി വിഷം കലക്കാൻ ശ്രമിച്ച കാലത്ത് അതിനെതിരെ ജനമനസ്സുകളെ ഒന്നിപ്പിക്കാൻ ഡിവൈഎഫ്ഐ വിളിച്ച ഈ മുദ്രാവാക്യമാണ്. സാഹചര്യങ്ങളിൽ നിന്ന് വാക്കുകളെ അടർത്തിയെടുത്ത്, മുദ്രാവാക്യങ്ങളെ അടർത്തിയെടുത്ത്, സാഹചര്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു പുതിയ പ്രതലം സൃഷ്ടിച്ച് മനുഷ്യരിൽ തെറ്റിദ്ധാരണ പടർത്തുക. വടകരയിൽ മത്സരം ഒരു പൊളിറ്റിക്കൽ ബാറ്റിലാകണ്ടേ? പൊളിറ്റിക്കൽ ബാറ്റിൽ എന്നതിനപ്പുറത്ത് വ്യാജ നിർമ്മിതികളുടെ ഒരു യുദ്ധ മുനമ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത്. സ്ഥാനാർത്ഥിയായ ഒരാളെ കൊണ്ടുവന്ന അയാളാരെയാണ്? ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡിവൈഎഫ്ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ എന്താണ് ഇവിടെ ചുറ്റിയത്? വർഗീയത. ഇലക്ഷൻ വരുമ്പോൾ ഷാഫി എന്തിനായിരുന്നു ഈ വ്യാജ പ്രതീതി സൃഷ്ടിച്ചത്, വ്യാജ പ്രചരണം സൃഷ്ടിച്ചത്? ആരുടെയൊക്കെ പേരിലാണ്? ആദരണീയനായ ശ്രീ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ തട്ടകം എവിടെയായിരുന്നു? പാലക്കാടായിരുന്നു. അപ്പോഴും പാലക്കാട്, ഇപ്പോഴും പാലക്കാട്. പാലക്കാടായിരുന്നയാൾ വടകരയിലേക്ക് വരണമെന്ന് കരുതിയിട്ട് പോലും ഇല്ലാതിരുന്നയാൾ എന്തേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു ശക്തമായ നിലപാടെടുത്തതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏക സിവിൽ കോഡിനെതിരെ നിലപാടെടുത്തതായി ഓർമ്മയുണ്ടോ? അദ്ദേഹം എപ്പോഴെങ്കിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ നട്ടെല്ലുറപ്പുള്ള ഒരു നിലപാട് പറഞ്ഞതായി ഓർമ്മയുണ്ടോ? ഇല്ല. അവിടേക്ക് എന്തായിരുന്നു? അവിടേക്ക് ഒരു ഏതാണ്ട് പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ ഇനിയും തനിക്ക് നീണാൾ വാഴാൻ പാലക്കാട് മണ്ഡലത്തിൽ ഒരു കാവിക്കൊടിയെടുത്ത് പുതച്ചു നടക്കുന്നത് പോലെ ആ പുതപ്പങ്ങ് മാറ്റി. ഇവിടെ വടകരയിൽ തീവണ്ടി ഇറങ്ങിയത് മുതല് രാഷ്ട്രീയ കുമ്പിടി. ആ രാഷ്ട്രീയ കുമ്പിടി അവിടെ എന്തേ നിലപാടെടുക്കാതെ? RSSന്റെ പരീക്ഷണശാലകളിലൊന്നാക്കി മാറ്റിയ പാലക്കാട് നഗരസഭ. എന്തേ പാലക്കാട് നഗരസഭയിൽ നാളെ വരെയായി ഈ MLA-യുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? എന്തേ ഇല്ലാതെ? അവരുടെ വോട്ട് വേണം. തന്റെ നിലപാടുകൾക്കപ്പുറത്ത്, രാഷ്ട്രീയ ധാരണകൾക്കപ്പുറത്ത്, സജീവമായ രാജ്യത്തിന്റെ രാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറത്ത് സ്വന്തം വ്യക്തി താല്പര്യത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ അജണ്ടകളുടെ പിന്നാലെ ഒളിച്ചോടിയ സംഘം. അന്ന് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലീഗ് ഇവിടെ ഈ ഷാഫി ഒരുക്കിയ കാര്യത്തിൽ ഇങ്ങനെ ലീഗ് കിടന്നോടിയല്ലോ. ഞാൻ ലീഗിനോട് ഒരു കാര്യം ചോദിക്കുന്നു.
ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലാണല്ലോ മലപ്പുറം, ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലാണല്ലോ പൊന്നാനി. ആ പൊന്നാനിയിലും മലപ്പുറം DCC പ്രസിഡന്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു സംബന്ധിച്ചു. എന്റെ ചോദ്യം അതാണ്, എന്തുകൊണ്ടാണ് ഈ വടകരയിൽ ആരെല്ലാം മത്സരിച്ചു? കെ മുരളീധരൻ മത്സരിച്ചില്ലേ? സഖാവ് PJ രാജനും കെ മുരളീധരനും തമ്മിൽ ഏറ്റുമുട്ടിയില്ലേ? പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു. അവിടെ രാഷ്ട്രീയ യുദ്ധത്തിൽ ഒരാളല്ലേ ജയിക്കുള്ളൂ. പക്ഷേ അതിനുശേഷം ഇങ്ങനെ ഒരു യൂത്ത് അലർട്ടിന്റെ ആവശ്യമുണ്ടായോ? വടകരയെ കുറിച്ച് ഇങ്ങനെ ഒരു ആശങ്ക കേരളം പങ്കുവെച്ചു. തുറന്നു കാട്ടാതെ പോയാൽ അത് രാഷ്ട്രീയ പ്രവർത്തനമാകില്ല. അതുകൊണ്ടാണ് തുറന്നു കാട്ടുന്നത്. അതിജീവിക്കുമെന്നത് രാഷ്ട്രീയ തമ്മാടിത്തരത്തെയും അതിജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾ അതിജീവിക്കും, കാവൽ നിൽക്കും. പക്ഷെ തുറന്ന് പറയാതെ പോകാനാകില്ല. ഇത് ഇനിയും വെച്ച് പൊറപ്പിക്കണോ? കോൺഗ്രസ് ചിന്തിക്കണം, ഇന്റർനാഷണൽ കോൺഗ്രസ് ചിന്തിക്കണം. വ്യാജ പ്രചരണങ്ങളുടെ ഒരു നിര സൃഷ്ടിക്കുക. അതിപ്പോ മാത്രമല്ല, എത്രയോ സന്ദർഭങ്ങളിലാണ്. നോക്കൂ, നെറികെട്ട രാഷ്ട്രീയ പ്രചരണ രീതി എന്തിനാണ് അവലംബിക്കുന്നത്? KK ശൈലജ ടീച്ചർക്ക് എത്ര വയസ്സാകും? രാഷ്ട്രീയത്തിന് അതീതമായി ഏതു രാഷ്ട്രീയത്തിലും പെട്ടവർ, ഏതു മതത്തിലും പെട്ടവർ എങ്ങനെയായിരിക്കും KK ശൈലജ എന്ന അമ്മയെ, ഒരു ടീച്ചറെ, ഒരു സഹോദരിയെ, ജ്യേഷ്ഠ സഹോദരിയെ കാണുക? പക്ഷേ അവരുടെ മോശപ്പെട്ട ചിത്രങ്ങൾ, അവരുടെ മുഖവും വേറെ ചില ഉടലുകളും വെച്ച് എന്തിനത് ചെയ്തു? ഇതിവിടത്തെ മാത്രം കാര്യമാണ്. ഇതേ സംഘമായിരുന്നില്ലേ തൃക്കാക്കര ബൈ ഇലക്ഷൻ സമയത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ ഈ വേദിയിൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു വീഡിയോ സജ്ജമാക്കി ഇറക്കിയത്? ഇതേ സംഘമായിരുന്നില്ലേ? ആർക്കെതിരെയും എന്തും ചെയ്യും. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതാണ് ശ്രീ MM ഹസൻ പറഞ്ഞത്. നിങ്ങൾ കരുതും ഇത് KK ശൈലജ ടീച്ചർ മാത്രമാണ് വേറെ ആരുവിരകളല്ല. അങ്ങനെ കരുതണ്ട. ഈ സംഘത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ പോയിസൺ എന്നത് ഞാൻ എന്റെ മാത്രം വാക്കെടുത്ത് പറയുന്നല്ല. ആ നിഗമനത്തിലേക്ക് ഉറച്ച ബോധ്യത്തോടെ ആവർത്തിച്ചു ഞാൻ പറയുന്നത്, യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഈ പറയുന്ന ഷാഫിയെ എതിർക്കുന്ന ഓരോ യൂത്ത് കോൺഗ്രസ് നേതാവിനോടും വ്യക്തിപരമായി നിങ്ങളൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ പൊളിറ്റിക്കൽ പോയിസൺ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്കെതിരെ മാത്രമല്ല വിഷം ചുറ്റിയിട്ടുള്ളത്. ആർക്കെല്ലാം എതിരെ? ഈ നാടിന്റെ സമാധാനം തകർക്കാൻ മാത്രമല്ല, ആർക്കെല്ലാം എതിരെ. KPCC അതല്ലേ ശ്രീ MM ഹസനോട് പറഞ്ഞത്? ഞങ്ങളെല്ലാം തെരുവിലും ഫീൽഡിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പൊളിറ്റിക്കൽ വിഷങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഈ കേരളത്തിൽ നിങ്ങളതെല്ലാം ശ്രമിച്ചിട്ടും ഈ സംഘടന, ഇവരുടെ സംഘടന യൂത്ത് കോൺഗ്രസ്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ, വളർന്നോ തൊലഞ്ഞോ? വളർന്നോ തൊലഞ്ഞോ? ഇലക്ട്രിക് പോസ്റ്റിന് വെള്ളം കോരിയാ വളരില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ ആയിരുന്നില്ല യൂത്ത് കോൺഗ്രസ്. എന്തായി? ഷാഫി പറമ്പലിനെയും ഇവിടെ വന്ന് തമ്പടിച്ച് പ്രവർത്തിച്ച വേറൊരു വ്യാജ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആ രണ്ടുപേരെയും ഒരു കാര്യം DYFI ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ വടക്കൻ മലബാറിൽ ലീഗിന്റെ മേലത്തു ചാരി നിന്ന് വീരസ്യം പറയാൻ മാത്രം കഴിയുന്ന മെലിഞ്ഞുപോയ ഒരു പഴയ തെരുവ് ചട്ടമ്പിയായി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചുപോയി, മെലിഞ്ഞുപോയി എന്ന് മറന്നു പോരുത്. കിരീട സിനിമയിൽ പറയല്ലോ, ഞാനും മറ്റേ അടിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചിട്ട് നടക്കുന്നൊരു രംഗുണ്ടല്ലോ, അതുപോലെയാണ് ലീഗിന്റെ പിടലേക്ക് ചാരി നിൽക്കാൻ. എവിടെ കോൺഗ്രസ്? കോൺഗ്രസ് എവിടെ? ഇവിടെ വന്ന വ്യാജ പ്രസിഡന്റിന്റെ ജില്ല പത്തനംതിട്ടയാണ്. ആ പത്തനംതിട്ട ജില്ല രൂപീകരിച്ച ഘട്ടത്തിൽ കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന യശശരീരനായിരുന്ന ശരിയായിരുന്നു അത്. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ, ആ പത്തനംതിട്ട ജില്ലയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കേരള നിയമസഭയിലുള്ളവരുടെ എണ്ണം എത്രയായിപ്പോ? 0, വട്ടപൂജ്യം. KPCCയുടെ ആസ്ഥാന മന്ദിരമിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കേരള നിയമസഭയിൽ കൈപ്പത്തിക്കാർ എത്ര പേർ? 1. എവിടെ പോയി കൈപ്പത്തി? കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് അടക്കി വാണിരുന്ന മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലായിട്ട് എത്രയോ കാലമായി. കോൺഗ്രസിന്റെ KSUവിന്റെ ഒരെണ്ണ സമരത്തിന്റെ പ്രധാനപ്പെട്ട വേദിയായിരുന്ന
കോൺഗ്രസിന് തന്നെ പിറവി കൊടുത്തു എന്ന് പറയാമെങ്കിൽ പറയാവുന്ന ഒരു ജില്ല ആണ് സീറ്റ്, 100 സീറ്റ്. ഔട്ട് ഓഫ് 100, ഔട്ട് ഓഫ് 100, 100ൽ എത്രയുണ്ട് കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ നിന്നറിയോ? 9 രണ്ടക്ക നമ്പർ കടന്നിട്ടില്ല. ആയുസ്സുണ്ടാകും. ചെറിയൊരു കാലത്തേക്ക് നിങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, വർഗീയ നിലപാടുകൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ കാലത്തേക്ക് ആയുസ്സുണ്ടാകും. പക്ഷേ അതിനപ്പുറത്ത് ഒരു ഘട്ടത്തിലും അത് പാടില്ല. ജനം സ്വീകരിക്കില്ല, ജനം നിങ്ങളെ തിരസ്കരിക്കും. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കുമ്പോ ആ ബാബറി മസ്ജിദ് തകർക്കലിന് എല്ലാ കാഴ്ചക്കാരായി നോക്കിയിരുന്നു. ലോകത്തറിഞ്ഞു സരയുവിന്റെ തീരത്ത്. അന്ന് കോൺഗ്രസ് ആയിരുന്നു അധികാര കസേരയിൽ. കോൺഗ്രസ് അന്ന് മനസ്സിൽ കരുതിയത് എന്തായിരുന്നു? ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണമുണ്ടാകുമെന്നായിരുന്നില്ലേ? പള്ളി പൊളിക്കുന്നത് തടയാൻ പട്ടാളത്തെ വിട്ടാൽ, അരുതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പിന്തുണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി വർഗീയതക്കെതിരെ നിലപാടെടുക്കേണ്ട സമയത്ത് നിലപാടെടുക്കാതെ വർഗീയതയോട് സന്ധി ചെയ്തതിന്റെ ഉദാഹരണമാണ് 1992 ഡിസംബർ 6. പോട്ടെ, പള്ളി പൊളിച്ചു. ഈ രാജ്യത്തിന്റെ സമഗ്ര അധികാര കേന്ദ്രങ്ങളും സ്വന്തം കൈപ്പിടിയിൽ നിൽക്കവേ എന്തേ കഴിഞ്ഞില്ല, എന്തേ ചെയ്തില്ല? കാരണം മറ്റൊന്നുമായിരുന്നില്ല. പള്ളി പൊളിച്ച കൈകളിൽ കയ്യാമം വെച്ചാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ നഷ്ടമുണ്ടാകുമോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളെടുത്ത ചെറിയ നിങ്ങളുടെ ഈ പറയുന്ന നിലപാട് വ്യതിയാനങ്ങൾ കോൺഗ്രസ് ചിന്തിക്കണം. ശാശ്വതമായി നിങ്ങൾക്ക് വളം നൽകിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വെളിച്ചമായിട്ടുണ്ടോ? കോൺഗ്രസ് ചിന്തിക്കുക. എത്രയോ അനുഭവങ്ങൾ ഇതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളെന്ത് നിലപാട് സ്വീകരിച്ചു? ഞങ്ങൾക്കൊരു നിലപാടേയുള്ളൂ. ആ നിലപാട് വർഗീയതക്കെതിരായ നിലപാടാണ്. എല്ലാം കഴിയും. ഈ നിമിഷം നിങ്ങൾ നോക്കൂ, പാലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് ഓരോ ശിശുരോധനത്തിലും കേൾപ്പുന്നാം ഒരു കോടീശ്വര വിലാപം എന്ന പോൽ അവിടെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീഴുന്നതിനെ കുറിച്ച് സംസാരിച്ചാൽ അത് ഞങ്ങളുടെ വോട്ടിനെ എങ്ങനെ ബാധിക്കും? വോട്ടിനെ എങ്ങനെ സ്വാധീനിക്കും? ഉത്തരേന്ത്യയിൽ ഞങ്ങൾക്ക് പ്രശ്നമാകുമോ? ഇതെല്ലാമല്ലേ നിങ്ങളുടെ ചിന്ത? ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ഇതാ അപനിർമ്മിക്കുന്നു. ഹിറ്റ്ലർ അധികാരത്തിലേറി ആദ്യം ചെയ്തത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചരിത്ര പാഠപുസ്തകങ്ങളെ മുഴുവൻ കത്തിക്കും. ഇന്ന് അക്ഷരങ്ങൾക്ക് ചിതയൊരുക്കുന്ന ഇവൻ അധികം വൈകാതെ മനുഷ്യർക്കും ചിതയൊരുക്കുമെന്ന് പുതിയ ചരിത്രം അവർ നിർമ്മിച്ചെടുത്തപ്പോൾ, നെയ്തെടുത്തപ്പോൾ യഥാർത്ഥ ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുമെന്ന് പറയാൻ ധൈര്യം കാണിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് വി ശിവൻകുട്ടിയുമായിരുന്നു. എന്തുകൊണ്ട് കേരളം ആ നിലപാടെടുത്തു? കേരളം ആ നിലപാടെടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കർണാടകയിൽ, തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് എന്തുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അതിൽ ജയിലടക്കാതിരുന്നത് പോലെ തന്നെയാണ് അവരുടെ ചിന്തയും അവരുടെ എല്ലാ ആഗ്രഹം. നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടി? നിങ്ങൾ തരാതരം പോലെ വർഗീയ പറഞ്ഞതിന്റെ രാഷ്ട്രീയ ഗുണം കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെയെങ്കിലും കോൺഗ്രസിന് ശാശ്വതമായി എപ്പോഴെങ്കിലും കിട്ടിയോ? എന്നിട്ടും എന്തേ കോൺഗ്രസ് പാഠം പഠിക്കാത്തത്? നിങ്ങൾ ആ നിലപാടെടുത്തതിന്റെ പേരിലാണ്. വിവിധ ഘട്ടങ്ങളിൽ നിങ്ങളെടുത്ത ഈ അവസരവാദ നിലപാടിന്റെ ഫലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചുമച്ച് മരിക്കാറായ ക്ഷയരോഗബാധിതനായ കൊണ്ടേ മരിക്കാറായി കിടക്കാണ്. ക്ഷയം പിടിച്ച് ചുമത്രാണ്. തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചതാണ്. ഞങ്ങൾ ചരിത്രത്തിലുടനീളം ചെയ്തതാണ്. ആ ചരിത്രത്തെ നിങ്ങൾ മറക്കുന്നു. നിങ്ങൾ ഏത് മണ്ണിലാണ് വിഷം കോരിയിടാൻ നോക്കിയത്? ഞങ്ങൾക്ക് എത്ര പേരെയാണ് നഷ്ടപ്പെട്ടത് സംഘപരിവാരത്തിനെതിരായ പോരാട്ടത്തിൽ? ഇവിടെ ഞങ്ങളുടെ സഖാക്കളെ വിളിക്കുകയാണ് പോലും സംഘി സഖാക്കളെന്നാണ്. ആരെ ഇവരെ വിളിക്കുന്നത്? ഈ ലീഗും ഇവിടുത്തെ കുറെ ഇട്ടാവട്ട ഈ ഈ കോൺഗ്രസ്സുകാർ. ആരാടോ സംഘി? വടകരയിൽ നിന്നുകൊണ്ട് തന്നെ വിളിക്കണം. വടകരയിലല്ലേ അഡ്വക്കേറ്റ് രത്നസിംഗിനെ കൊണ്ടുപോയി ഈ നാടുകളെ പ്രസംഗിപ്പിച്ച് അപ്പുറത്ത് മാധവൻകുട്ടീന് വേണ്ടി വോട്ട് ചോദിച്ച് ആ വടകരയിൽ നിന്നിട്ട് ഞങ്ങളെ വിളിക്കാണ്. മാറ്റി നിർത്തി സംഘപരിവാരത്തിനെതിരെ, വർഗീയതക്കെതിരെ, അത് പോപ്പുലർ ഫ്രണ്ടിനെതിരെയാകട്ടെ, സംഘപരിവാരത്തിനെതിരെയാകട്ടെ, വർഗീയതക്കെതിരെ എക്കാലവും ശക്തമായ സംഘടനയുടെ പേര് DYFI എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സംഘടനയുടെ പേര് ഇടതുപക്ഷം എന്നാണ്. വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ഒരു യൂത്ത് കോൺഗ്രസ്സാറിന്റെ പേര് പറയാമോ? വർഗീയതക്കെതിരെ രക്തസാക്ഷിത്വം വരിച്ചു പൊരുതിയ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറയാമോ? വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ പിടഞ്ഞു വീണത് ഞങ്ങളാണ്.
ഇന്ന് കേരളത്തിന്റെ നെറുകയിൽ ശോഭിച്ചിരിക്കുന്ന ഒരുപാട് നേതാക്കൾ, കേരളത്തിന്റെ പ്രിയങ്കരനായ സഖാവ് പിണറായി വിജയൻ എത്രയോ സന്ദർഭങ്ങളിലാണ് സംഘപരിവാരത്തിനെതിരെ പൊരുതി നിന്നതിന്റെ പേരിൽ സംഘപരിവാരത്തിന്റെ കണ്ണിലക്കരടായി മാറുകയും എത്രയോ വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത് മുന്നോട്ട് വന്നയാൾ. അന്തരിച്ചുപോയ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ വാടിക്കൽ രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിക്കുന്നത്? ഓർമ്മയില്ലേ ഈ നാടിന്? ഈ വടകരയിൽ, നാദാപുരത്ത്, കുറ്റിയാടിയിൽ, തലശ്ശേരിയിൽ, കൂത്തുപറമ്പിൽ, പാനൂരിൽ വർഗീയതക്കെതിരെ ഞങ്ങൾ ഒഴുക്കിയ ചോരയ്ക്ക് കാലവും ചരിത്രവും സാക്ഷിയാണ്. ഈ നാടിന്റെ ചരിത്രം എഴുതുന്ന ഏതൊരാൾക്കും വർഗീയതക്കെതിരായ ഇടതുപക്ഷത്തിന്റെ സമരങ്ങളെ, മഹാസമരങ്ങളെ, മഹാപ്രതിരോധങ്ങളെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് കടന്നു പോകാനാകില്ല. ആ മണ്ണിൽ വന്നു നിന്നാണ് നിങ്ങളിത് പറയുന്നത്. ആ ചരിത്രം പേര് നിൽക്കുന്ന ഡിവൈഎഫ്ഐ ഈ വലിയ ജനാവലിയെ സാക്ഷി നിർത്തി യൂത്ത് തലത്തിൽ വന്ന് പങ്കുചേർത്ത എന്റെ പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐ സഖാക്കളെ സാക്ഷി നിർത്തി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഇത് ജാഗ്രതയാണ്, യുവതയുടെ ജാഗ്രത. ഈ മണ്ണിൽ ഒരിടത്ത് പോലും വർഗീയതയുടെ വിഷം തീണ്ടാതെ അങ്ങേയറ്റം ജാഗ്രതയോടെ ഞങ്ങൾ കടന്നു പോകും. ഇവിടെ വടകരയിൽ താൽക്കാലിക രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി അങ്ങേയറ്റത്തെ കൊടും വർഗീയത പ്രചരിപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നേരിട്ട് സാധാരണക്കാരായ മനുഷ്യരുടെ ചെവിയിൽ പോയി വർഗീയത മന്ത്രിച്ചു കൊടുത്ത ഇവിടത്തെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മസ്തകത്തിൽ അടിച്ചുകൊണ്ട് വർഗീയതയുടെ വിഷം തീണ്ടാതെ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്കാണ്, വലതുപക്ഷത്തിനുള്ളതല്ല. അങ്ങനെയാണ് നമ്മൾ അവരെ പ്രതിരോധിക്കേണ്ടത്. അങ്ങേയറ്റം പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ പാടുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ട് നമുക്ക് മതനിരപേക്ഷതയുടെ മഹത്തരമായ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അത് കേരളത്തിന്റെ മഹിതമായ പാരമ്പര്യമാണ്, ചരിത്രമാണ്, ഈ നാടിന്റെ മഹിതമായ ഇന്നലകളാണ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ തലശ്ശേരിക്കാരനായ ഒരു രക്തസാക്ഷിയുടെ പേരിൽ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ടിൽ തൂക്കിലേറപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ പേര് തലശ്ശേരിയിലെ അനന്തൻ നായർ എന്നായിരുന്നു. കൂടെ തൂക്കിലേറ്റപ്പെട്ടത് മറ്റൊരു ചെറുപ്പക്കാരൻ, പ്രായം 26, എന്റെ നാട്ടുകാരൻ, തിരുവിതാംകൂറുകാരനായിരുന്നു. അനന്തൻ നായർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട മറ്റൊരു ചെറുപ്പക്കാരന്റെ പേര് വക്കം അബ്ദുൽ ഖാദർ എന്നായിരുന്നു. INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ. INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ INA-യിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി പ്രവർത്തിച്ച 2 പേർ. വേറെയുമുണ്ട് ചെറുപ്പക്കാർ, ഫൗജ സിംഗ് ബർദാൻ. ഇവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റാൻ വിധിച്ചു. തൂക്കിലേറ്റപ്പെടുന്നതിന് തൊട്ടു മുൻപ് INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ കൊലക്കേറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചരിത്രമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ എന്ന പുസ്തകം എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ഈ ചരിത്രം അതുപോലെ മനസ്സിലാക്കാൻ കഴിയും. ആ വക്കം അബ്ദുൽ ഖാദർ കൊലക്കേറിന്റെ മുമ്പിൽ മദ്രാസ് സെന്റ് ജോർജ് ഫോർട്ടിൽ ഒരു പുലർച്ചയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഒരേ സമയം 2 പേരെയാണല്ലോ നിങ്ങൾ തൂക്കിലേറ്റുന്നത്. ബ്രിട്ടീഷുകാർ പറഞ്ഞു, അതെ, ആരെയൊക്കെയാണ് നിങ്ങൾ തൂക്കിലേറ്റുന്നത് ഒരേ സമയം? ഫൗജ സിംഗും അനന്തൻ നായരും ഒരുമിച്ച് തൂക്കിലേറും. ബർദാനും വക്കം അബ്ദുൽ ഖാദറും ഒരുമിച്ച് തൂക്കിലേറ്റപ്പെടുന്നു. ആ കൊലക്കേറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു മലയാളിയായ ചെറുപ്പക്കാരൻ INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, എന്നെയും എന്റെ ചങ്ങാതി അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റാമോ? ബ്രിട്ടീഷുകാർ ചോദിച്ചു, എന്തിന്? വക്കം അബ്ദുൽ ഖാദർ മറുപടി പറഞ്ഞു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്ന മുസൽമാൻ, എന്റെ ഉറ്റ ചങ്ങാതി അനന്തൻ നായർ ഒരു യഥാർത്ഥ ഹിന്ദുവും. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഈ ബലിപീഠത്തിൽ, ഈ കൊലക്കേറിൽ ഒരു ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് കഴുത്തു നീട്ടിത്തന്നുവെന്ന് ചരിത്രം എഴുതട്ടെ സാർ. പട്ടിക മാറ്റി എഴുതിയാലും എന്നെ ഇവന്റെ ചങ്ങാതി അനന്തൻ നായരെയും തൂക്കിലേറ്റു നിങ്ങൾ. ചരിത്രം കൗതുകപൂർവം അഭിമാനത്തോടെ രേഖപ്പെടുത്തുന്നു. മദ്രാസ് സെന്റ് ജോർജ് ഫോർട്ടിന്റെ കൊലക്കയർ സാക്ഷി, ചരിത്രം സാക്ഷി, കാലം സാക്ഷി,
പട്ടിക തിരുത്തി എഴുതി ഒരു വടകരക്കാരനായിരുന്ന തലശ്ശേരിക്കാരനായിരുന്ന അനന്തൻ നായരും തിരുവിതാംകൂറുകാരൻ അയ്യൻ നെഹ്റു വക്കം അബ്ദുൽ ഖാദറും ഒരു ഹിന്ദുവും മുസൽമാനും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ കൊലക്കയറിലേക്ക് ഒരുമിച്ച് ശിരസുയർത്തിക്കൊടുത്തുവെന്ന് ചരിത്രം, ഒരുമിച്ച് രക്തസാക്ഷികളായെന്ന് ചരിത്രം. ഈ ചരിത്രം പേറുന്ന വടകരയുടെ മണ്ണിൽ, ഈ ചരിത്രം പേറുന്ന കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയുടെ ഈ പൊളിറ്റിക്കൽ പോയിസൺസ് ഉണ്ടല്ലോ, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിഷം പേര് നടക്കുന്ന രാഷ്ട്രീയ ഇന്ധനം നിറച്ച ഈ പൊളിറ്റിക്കൽ വെപ്പൺസ്, ഈ വെപ്പൺസിന്, ഈ ആയുധങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാനില്ല. ഞങ്ങളുടെ മഹിതമായ പൈതൃകം അയ്യൻ നെഹ്റു വക്കം അബ്ദുൽ ഖാദറിന്റെ പൈതൃകമാണ്. കൊലക്കേരന്റെ മുമ്പിൽ മതേതരത്വത്തിന്റെ ശിരസുയർത്തിപ്പിടിച്ച തലശ്ശേരിക്കാരനായ അനന്തൻ നായരുടെ പൈതൃകമാണ്. എന്തിനേറെ ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടയേറ്റപ്പെട്ട ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച അബുവിന്റെയും ചാത്തുക്കുട്ടിയുടെയും പൈതൃകമാണ്. കേരളത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്രവീഥിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ വടിയരികിൽ പുടഞ്ഞു മരിച്ച ബലിക്കല്ലുകളിൽ അസ്തമിച്ചു പോയ ഒരുപാട് ധീരരായ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും മഹിതമായ രാഷ്ട്രീയ പൈതൃകമാണ്. അത് ഉയർത്തിപ്പിടിച്ചത് മതനിരപേക്ഷതയാണ്, ഡിവൈഡ് ആൻഡ് റൂളിനെതിരായ പോരാട്ടമാണ്. ഇവിടെ ഷാഫി പയറ്റാൻ ശ്രമിച്ചത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ്. ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിം ലീഗിനെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, ഈ തെറ്റായ വഴിയിലേക്ക് മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ സ്വയം ജാഗ്രത പാലിക്കുക. ഇവിടുത്തെ കോൺഗ്രസിന്റെ മഹിതമായ പാരമ്പര്യമുള്ള ഒരുപാട് മറ്റു മനുഷ്യരുണ്ട്, ജനാധിപത്യ വിശ്വാസികളുണ്ട്. അവർ കോൺഗ്രസുകാരായിരിക്കാം, അവരോട് ഞങ്ങൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഈ തെറ്റായ കളിക്ക് കൂട്ടുനിൽക്കരുത്. ഈ തീക്കളിയാണ്. ഇത് പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി, ചെറിയൊരു കാലത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി കടന്നു നിൽക്കുന്ന അപകടകരമായ ഈ വിഷബീജങ്ങളെ ഉളയിലേ നുള്ളാൻ കഴിയണം എന്ന് മാത്രം വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഓരോ ദിവസവും ജാഗ്രതയോടെ കടന്നു പോകാൻ, ഇത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങൾക്കുമെതിരെ അങ്ങേറ്റത്തെ അവധാനതയോടെ, നല്ല ഉയർന്ന ജനാധിപത്യ മതനിരപേക്ഷ നിലപാടോടെ, ശക്തമായി ജനാധിപത്യ അന്തസത്തയോടെ ഇതിനെ നേരിടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഈ സന്ദേശം ഇവിടെ കൂടിയ ഈ മനുഷ്യരിൽ മാത്രമല്ല, മറ്റേകം പേരിലേക്ക് എത്തിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം. ഡിവൈഎഫ്ഐയുടെ ചരിത്രപരമായ കടമ നിർവഹിക്കണം. അവിശ്രാമമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് മാത്രം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി, വടകര വർഗീയതയെ അതിജീവിക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രഖ്യാപിച്ച് ഈ യൂത്ത് അലാർട്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിർത്തുന്നു. അഭിവാദനം. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ് സംസാരിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് LG ലിജീഷ്, യോഗം ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സഖാവ് AA റഹീം MP, V വസീഫ് ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ വടകര കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശവും പ്രാധാന്യവും സംബന്ധിച്ച് സവിസ്തരം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം അങ്ങേയറ്റം അപകടകരമായ ഒരു രാഷ്ട്രീയ വെല്ലുവിളി നേരിടുന്ന സന്ദർഭമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ രാഷ്ട്രീയ വെല്ലുവിളി അതിജീവിക്കാൻ ആവശ്യമായ ഒരു സമരവും പോരാട്ടവുമായിട്ടാണ് എല്ലാ രാജ്യസ്നേഹികളും മതനിരപേക്ഷവാദികളും ഏറ്റെടുത്തത്. ഈ പോരാട്ടത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ ഇന്ത്യ ബാക്കിയുണ്ടാവില്ല എന്ന മുന്നറിയിപ്പാണ്, ഇന്ത്യ എന്ന സങ്കല്പം തകർന്നു പോവും എന്ന മുന്നറിയിപ്പാണ് എല്ലാ രാജ്യസ്നേഹികളും മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് സംഘപരിവാരം മുന്നോട്ട് വെക്കുന്ന അപകടകരമായ മതരാഷ്ട്രവാദ അജണ്ടയ്ക്കെതിരായി
അതിവിപുലമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം രാജ്യത്തുടനീളം ഏറ്റെടുത്തിട്ടുള്ളത്. ആ പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി കേരളം മാറി എന്നതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളാകെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുക. ഇടതുപക്ഷത്തോട് പല നിലയിലും വിയോജിപ്പുള്ള ആളുകൾ പറഞ്ഞു. വിയോജിപ്പുകളെല്ലാം മാറ്റിവെച്ച് രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇതാ ഇടതുപക്ഷം മുന്നിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രചരണ പ്രവർത്തനത്തിൽ ഞങ്ങളുമുണ്ട് എന്നാണ് ഇടതുപക്ഷത്തിന് എതിരായി നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചത്. അങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ പോരാട്ടത്തിൽ ഇടതുപക്ഷം ഇതാ നേതൃസ്ഥാനത്തേക്ക് വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഈ വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ അങ്ങേയറ്റം വിഷലിപ്തമായ പ്രചരണവുമായി UDFും അതിനെ സഹായിക്കുന്ന ഒരു പറ്റം വലതുപക്ഷ മാധ്യമങ്ങളും മുന്നോട്ട് വന്നത്. കേരളത്തിലാകെ അങ്ങനെ ഒരു പ്രചരണം നടത്തിയെങ്കിലും സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിച്ചും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി ഈ വടകര മാറുന്ന അനുഭവമാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രത്യേക വാർ റൂം ആരംഭിക്കുകയാണ്. ആ വാർ റൂമിന്റെ നേതൃസ്ഥാനത്തേക്ക് ഒരു വ്യാജനെ പ്രത്യേകമായി ചുമതല കൊടുത്ത് നിയമിച്ചു. വ്യാജൻ ആരാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വ്യാജൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് എന്ന് ഏതൊരു കൊച്ചുകുട്ടി പോലും വിളിച്ചു പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തി എന്നത് നിങ്ങൾ തന്നെ നല്ലതുപോലെ ആലോചിക്കേണ്ടതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഇവിടെ സ്ഥാനാർത്ഥിക്കെതിരായി വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടന്നു. എന്തൊക്കെയെന്ന് ഞാൻ ഓരോന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തെ അങ്ങേയറ്റം വർഗീയ മനസ്സോടുകൂടി സമീപിച്ച് അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറയാൻ ഈ സംഘത്തിന്റെ നേതൃത്വം മുന്നോട്ട് വരികയാണ്. ശൈലജ ടീച്ചറെ ആരുമായ ഉപമിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ ഒരു പ്രഭാഷക എന്ന വേഷം കെട്ടി നമ്മുടെ നാട്ടിൽ വിഭജനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളോട് ശൈലജ ടീച്ചറെ ഉപമിക്കുകയാണ്. ഇതാണോ രാഷ്ട്രീയ പോരാട്ടം? ഇങ്ങനെയാണോ BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ജനങ്ങളെ അണിനിരത്തുക? ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രശ്നം സംബന്ധിച്ച് ജനങ്ങളോട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. BJP മുന്നോട്ട് വെക്കുന്ന അപകടകരമായ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ചെറുപ്പക്കാരുടെ തൊഴിലില്ലാതാക്കുന്ന ഏറ്റവും അപകടകരമായ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന കേന്ദ്രത്തിന്റെ നയത്തെ പ്രതിരോധിക്കുന്ന വർത്തമാനം ഇവരാരും പറഞ്ഞിട്ടില്ല. കേരളത്തോട് പ്രത്യേകിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞു കേരളത്തിൽ പെൻഷൻ മുടങ്ങുന്നത് പിണറായി വിജയന്റെ പിടിപ്പുകൊണ്ടുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. 70,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് തടഞ്ഞു വെച്ചപ്പോ അത് കൊടുക്കണമെന്ന് പറയാൻ, അത് തെറ്റാണ് എന്ന് പറയാൻ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ പെൻഷൻ ഉൾപ്പെടെ തടയപ്പെടുന്നത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട രാഷ്ട്രീയ മര്യാദയും ഉത്തരവാദിത്വവും പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് കേരളം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സമരത്തെ അപമാനിക്കാൻ മുന്നോട്ട് വന്ന അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ആരെയാണ് യഥാർത്ഥത്തിൽ ഇവർ സംരക്ഷിച്ചത്?
യഥാർത്ഥത്തിൽ BJPയെ സംരക്ഷിക്കാൻ വേണ്ടി, BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഇവരുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം വഴിവെച്ചു എന്നല്ലാതെ മറ്റെന്താണ് ഇതിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ വളരെ കൃത്യമായി പാലക്കാട് ഇന്ന് ഷാഫി ഇവിടെ വന്നത് പിന്നിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു, കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ എല്ലാ പ്രചരണവും നടത്തിയത്. ആരായിരുന്നു ഷാഫിയുടെ വലതുഭാഗത്തുണ്ടായിരുന്നത്? ഷാഫിയുടെ വലതുഭാഗത്ത് നടന്നത് ആ വ്യാജ പ്രസിഡന്റ്. ഷാഫി ഇടതുഭാഗത്ത് കൂട്ടിയത് ഒരു കൊലയാളിയായിരുന്നു, നിഖിൽ പൈലി. എന്നിട്ട് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും പോയിട്ട് പ്രസംഗിച്ചു, കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി സമാധാനത്തിനു വേണ്ടി എനിക്ക് വോട്ട് നൽകണം എന്ന്. ആരാ നിഖിൽ പൈലി? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആളാണോ? ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ, അതും കോൺഗ്രസുകാരനായിട്ടുള്ള ഒരു അച്ഛന്റെ മകനെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാമത്തെ പ്രതി നിഖിൽ പൈലി എന്ന ക്രിമിനൽ ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല. എന്തിനാണ് നിഖിൽ പൈലി ആയുധവുമായിട്ട് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ പോയത് എന്നതിന്റെ മറുപടി ഈ നാട്ടിലെ ജനങ്ങളോട് ഈ ഷാഫിയും ഈ വ്യാജ പ്രസിഡന്റെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഇവർ സമാധാനത്തെ കുറിച്ച് പറയുന്നു. എത്രയെത്ര നിരപരാധികളുടെ ചോരയിൽ ചവിട്ടിയെന്നാണ് ഇവർ നടത്തിയുള്ള സമാധാന പ്രസംഗമെന്ന് നല്ലതുപോലെ ഈ നാട് ഓർമ്മിക്കേണ്ടതാണ്. തൊട്ടടുത്ത ജില്ലയായ മലപ്പുറത്ത് തുവൂരിൽ ഒരു പാവപ്പെട്ട വീട്ടമ്മയെ കൊന്നു കുഴിച്ചു മൂടുകയാണ്. ആര് കൊന്നു? യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു കൊന്നു. കുഴിച്ചു മൂടിയിട്ട് യുവതിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. ആരാ മാർച്ച് സംഘടിപ്പിക്കുന്നത്? അതും ഈ കൊലപാതക നേതൃത്വം കൊടുത്ത വിഷ്ണു തന്നെ. ആ വീട്ടിലേക്ക് പോവാൻ യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി തയ്യാറായിരുന്നു. എന്നിട്ടിപ്പോ ഈ വടകരയിൽ വന്നിട്ട് ആളുകളോട് സമാധാനത്തെ കുറിച്ച് പറയുകയാണ്. ഷാഫി, നിങ്ങൾ നടത്തുന്ന ഈ സമാധാന പ്രസംഗമുണ്ടല്ലോ, ഇതെല്ലാം തിരിച്ചറിയാനുള്ള ശേഷി ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ, നിങ്ങൾ ഈ നാടിനെ വിഭജിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചാലും ആ സന്ദേശങ്ങളെല്ലാം തിരിച്ചറിയാനുള്ള വകതിരിവ് ശേഷി ഈ നാടിനുണ്ട് എന്നതിന്റെ പ്രഖ്യാപനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. എത്ര വലിയ പ്രചരണമാണ് നടത്തിയത്. പക്ഷെ ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേന്ന് പറയുന്നു കാഫിറായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്ന്. എങ്ങനെയാ പ്രചരിപ്പിക്കുന്നത്? വാട്സപ്പ് സന്ദേശമാണ്. എങ്ങനെ വാട്സപ്പ് സന്ദേശം പ്രചരിപ്പിച്ച് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ കാഫിറായി ചിത്രീകരിക്കുന്നതോടൊപ്പം ഇതാ 5 നേരം നിസ്കരിക്കുന്ന നമ്മുടെ ഒരാളാണ് ഈ സ്ഥാനാർത്ഥി, അതുകൊണ്ട് ഷാഫിക്ക് വോട്ട് ചെയ്യണം. ആരോടാ പറയുന്നത്? ഈ വടകരയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. നേരത്തെ ഇവിടെ റഹീം സഖാവ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഈ തൊട്ടടുത്ത തലശ്ശേരിയിൽ ജവഹർ ഘട്ടിനൊരു ചരിത്രമുണ്ട്. ആ ജവഹർ ഘട്ടിന്റെ പോരാട്ട ഭൂമിയിൽ 1940 സെപ്റ്റംബർ 15 2 ചെറുപ്പക്കാർ ബ്രിട്ടീഷ് പട്ടാളത്തോട് ഏറ്റുമുട്ടിയിട്ട് പടഞ്ഞു മരിച്ചിരുന്നു. ആ ബ്രിട്ടീഷ് പട്ടാളത്തോട് ഏറ്റുമുട്ടി പടഞ്ഞു മരിച്ച 2 ആളുടെ പേരിൽ ഇപ്പോഴും അവിടെ സ്മാരകമുണ്ട്. ആ ഒരു പേര് അബു എന്നാണ്, മറ്റൊരു പേര് ചാത്തുക്കുട്ടി എന്നാണ്. അബുവിനെയും ചാത്തുക്കുട്ടിയെയും ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ച് കൊന്നത് അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ആനുകൂല്യത്തിന് വേണ്ടി നടത്തിയ ഒരു സമരത്തിന്റെ ഭാഗമായിരുന്നില്ല. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉജ്ജ്വലമായ രാഷ്ട്രീയത്തെ മുൻനിർത്തി നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ പോർവീതിയിലാണ് ആ പോരാളികൾക്ക് വെടിയേറ്റ് മരിക്കേണ്ടി വന്നത്. അതിലൊന്ന് മുസ്ലിമാണ്, ഒന്ന് ഹിന്ദുവാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത പോരാട്ടത്തിന്റെ ചോരകനീന്ന അധ്യായം ഈ വടകര മണ്ഡലത്തുടനീളം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് മനുഷ്യനെ മതത്തിന്റെ പേര് പറഞ്ഞ് വിഭജിക്കാൻ വേണ്ടി ഈ സംഘം ശ്രമിക്കുമ്പോൾ അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും തയ്യാറായി മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇത് കേവലം കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല.
കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ നാടിന്റെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് നമുക്കെല്ലാവർക്കുമുള്ളത്. അവർ ഡിവൈഎഫ്ഐ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചു എന്നതുകൊണ്ട്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നതുകൊണ്ട് ഇത് കേവലം ഇടതുപക്ഷത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഒരു നാട് മതപരമായി ഭിന്നിച്ചാൽ എന്തായിരിക്കും അനന്തരഫലമെന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങളും ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനോടെല്ലാം ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തി, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നോക്കിയിട്ടല്ല, കേരളീയ സമൂഹം ഒന്നടങ്കം ഇത്തരം വൃത്തികേടുകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചൊരു ചരിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ആ അനുഭവത്തെ തന്നെ മുൻനിർത്തി, ആ ചരിത്രത്തെ തന്നെ മുൻനിർത്തി നമുക്കിനിയും ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തുടനീളം സംഘപരിവാർ ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് വയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ വിഭജനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസും അതിന്റെ ഭാഗമായി നിൽക്കുകയല്ല വേണ്ടത്. കോൺഗ്രസിന്റെ പാരമ്പര്യം അതായിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് വടകരയുടെ ഉദാഹരണം മാത്രം നോക്കിയാൽ മതി. എത്രമാത്രം ഹീനമായിട്ടാണ് ടീച്ചറുടെ പ്രസംഗത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ ആയിരക്കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തിരഞ്ഞെടുപ്പ് വോട്ടിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് കോൺഗ്രസ് അതിന്റെ സമുന്നതരായ നേതൃത്വം വടകരയിൽ കാട്ടിക്കൂട്ടിയ ഈ തെമ്മാടിത്തത്തെ തള്ളിപ്പറയാൻ തയ്യാറാവണം. മതനിരപേക്ഷ പാർട്ടി എന്ന് വലിയ രൂപത്തിൽ പ്രസംഗിക്കുന്ന നിങ്ങൾ അല്പമെങ്കിലും മതനിരപേക്ഷവാദം ബാക്കിയുണ്ടെങ്കിൽ, ആ പാർട്ടിയിൽ അല്പമെങ്കിലും മതനിരപേക്ഷ രാഷ്ട്രീയം അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വടകരയിലെ ഈ തെമ്മാടി സംഘത്തെ തിരുത്തിക്കാൻ ശക്തമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഡിവൈഎഫ്ഐക്ക് വേണ്ടി അഭ്യർത്ഥിക്കുവാനുള്ളത്. അതുകൊണ്ട് ഈ നാടിനെ വിഭജിക്കുന്ന ഇത്തരം ആശയത്തെ പ്രതിരോധിക്കാൻ എല്ലാ കാലത്തും ഡിവൈഎഫ്ഐ മുന്നിൽ നിന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മാത്രം മുൻനിർത്തിയിട്ടല്ല. ഒരു തെരഞ്ഞെടുപ്പുമില്ലാത്ത ഘട്ടത്തിലും മതനിരപേക്ഷതയ്ക്ക് പരിക്കേൽക്കുന്ന ഏതെല്ലാം സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം ഡിവൈഎഫ്ഐ ഓടിയെത്തിയിട്ടുണ്ട്. 1980 ഡിവൈഎഫ്ഐ രൂപീകരിച്ച കാലം മുതൽ ഇന്ന് വരെയുള്ള ഡിവൈഎഫ്ഐയുടെ ചരിത്രം നോക്കിയാൽ അതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരും പോകും. തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ നാട് ഇതുപോലെ ബാക്കിയുണ്ടാവണം. ഈ നാട്ടിൽ മതനിരപേക്ഷത ഉണ്ടാവണം. ഈ നാടിന്റെ സാഹോദര്യം നിലനിൽക്കണം. അതുകൊണ്ട് ഈ നാടിന്റെ സാഹോദര്യം തകർക്കാൻ വേണ്ടിയിട്ട് വലിയ വിഷപ്രയോഗമാണ് ഈ വടകരയിലെ വിവിധ ഗ്രാമങ്ങളിൽ ഈ ഷാഫിയും സംഘവും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വർഗീയവാദികളെ നിലയ്ക്ക് നിർത്താൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഈ നാട് തയ്യാറാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാം ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് വി വസീഫ് സംസാരിക്കും. അതിനുവേണ്ടി ക്ഷണിക്കുക. ഞങ്ങൾ ഇതിൻ്റെ തുടർന്ന് ഈ നാടിനെ വിഭജിക്കുക എന്നുള്ളത് മാത്രമാണ് ഉത്തരവാദിത്വം. നിങ്ങളുടെ ലക്ഷ്യം വോട്ടാണോ? ഞങ്ങളുടെ ലക്ഷ്യം വോട്ടല്ല. ഞങ്ങളുടെ ലക്ഷ്യം ഈ നാടിൻ്റെ സമാധാനമാണോ? ശരിയായ പോക്കാണോ? ആ ശരിയായ പോക്കിന്, സമാധാനത്തിന്, ഈ നാടിൻ്റെ നന്മ സംരക്ഷിക്കുന്നതിന് നിരന്തരമായ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലാണോ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത്? ആ ഇടപെടലിന് ഈ നാടാകെ ഒന്നിച്ചുണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങളെയും വർഗീയതയെയും എല്ലാം നമുക്ക് തള്ളിക്കളയണം എന്നുകൂടി സൂചിപ്പിച്ച് നമുക്ക് ഒത്തൊരുമിച്ച് ഈ നാടിൻ്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ ആവശ്യമായ പോരാട്ടങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ച് എല്ലാവരെയും ഡിവൈഎഫ്ഐക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ലാൽച്ചാണ്. നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ സഖാവ് ടി കെ സുമേഷിനോട് അഭ്യർത്ഥിക്കുക. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹാക്കളെ, സുഹൃത്തുക്കളെ, വർഗീയത വടകര അതിജീവിക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ നൂറുകണക്കിന് യുവജനങ്ങളെ അണിനിരത്തി യൂത്ത് അലേർട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ യൂത്ത് അലേർട്ടിൻ്റെ ഭാഗമായി ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ച സഖാക്കളെല്ലാം വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഈ വൈകിയ വേളയിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ യൂത്ത് അലേർട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് എ